നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ട്രാൻസ്ലേഷനാണ്. ഒ ഹെൻറിയുടെ വിച്ചസ് ലോസ് എന്ന ചെറുകഥയുടെ മലയാളം വിവർത്തനം. അമേരിക്കൻ സാഹിത്യകാരനായ വില്യം സിഡ്നി പോർട്ടറുടെ തൂലികാനാമമാണ് ഒ ഹെൻറി. അദ്ദേഹത്തിൻ്റെ വിച്ചസ് ലോസ് എന്ന കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ടി.ഡി. രാമകൃഷ്ണൻ. ടി.ഡി. രാമകൃഷ്ണൻ ചെയ്ത വിവർത്തനമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം കഥ അദ്ദേഹം വിവർത്തനം ചെയ്തത് മാന്ത്രിക റൊട്ടി എന്ന പേരിലാണ്. ഇനി ഒ ഹെൻറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് 1862 സെപ്റ്റംബർ 11 മുതലാണ് 1910 ജൂൺ 5 വരെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. പിന്നെ അദ്ദേഹം 400ഓളം ചെറുകഥകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. കൂടുതൽ രചനകളും ക്യാബിനറ്റ്സ് ആൻഡ് കിങ്സ് എന്ന സമാഹാരത്തിലടങ്ങുന്നതാണ്. ഇനി ടി.ഡി. രാമകൃഷ്ണൻ അദ്ദേഹമാണല്ലോ വിവർത്തനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് തത്തമംഗലം ദാമോദരൻ രാമകൃഷ്ണൻ എന്നാണ്. 1961 ജനിച്ചത്. പിന്നെ അദ്ദേഹത്തിന് വിവർത്തനങ്ങളാണ് കൂടുതലും. വിവർത്തനങ്ങളും നോവലുകളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ചിലവഴിക്കപ്പെട്ട 2 നോവലുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ എടുക്കുമ്പോൾ 2 നോവൽ, ഫ്രാൻസിസ് ടിക്കോര, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, ഈ 2 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒ ഹെൻറിയുടെ ഈ കഥയ്ക്ക് മറ്റു പല വിവർത്തനങ്ങളും ഉണ്ടാകാമെങ്കിലും ടി.ഡി. രാമകൃഷ്ണൻ മലയാളത്തിൽ നടത്തിയ മാന്ത്രിക റൊട്ടി എന്ന പേരിൽ നടത്തിയ എന്ന വിവർത്തനമാണ് ഞാനിവിടെ ഇന്ന് സ്റ്റോറി ടെല്ലിങ്ങിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ഒരു ബേക്കറിയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് തന്നെ. ആ ബേക്കറിയുടെ ഉടമസ്ഥയാണ് മിസ് മാർത്ത എന്ന സ്ത്രീ. അവർക്ക് ഒരു 40 വയസ്സോളം പ്രായമുണ്ടാകും. പിന്നെ അവർ അവിവാഹിത കൂടിയാണ്. അപ്പോൾ അവരുടെ ബേക്കറിയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ട്. അതിൽ അവർക്ക് പ്രത്യേകം ഒരു ആകർഷണം തോന്നുകയാണ്. ഒരു കസ്റ്റമറോട് മാത്രം പ്രത്യേക ആകർഷണം തോന്നുന്നതാണ് കഥയുടെ പ്രമേയം. എന്തുകൊണ്ടാണ് അവർക്ക് പ്രത്യേകമായ ഒരു ആകർഷണം തോന്നാനുള്ള കാരണം? അപ്പോൾ ആ വ്യക്തിക്ക് എന്ത് ഗുണങ്ങളാണുള്ളത് അങ്ങനെ ഒരു ആകർഷണം വരാനായിട്ട്? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ആ വ്യക്തി ദരിദ്രനാണ്. അയാൾ പിഞ്ഞിക്കേറിയ വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത്. എങ്കിലും മാർത്തയ്ക്ക് ആകർഷണം തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് അയാളുടെ മാന്യമായ പെരുമാറ്റവും നല്ല വൃത്തിബോധമുള്ള മനുഷ്യനാണ് അയാൾ. അതും മാർത്തയ്ക്ക് ആകർഷണം തോന്നാനുള്ള രണ്ട് കാരണങ്ങൾ കൂടിയാണ്. പിന്നെ അവരുടെ ബേക്കറിയിൽ ഒരുപാട് വില കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട്. പക്ഷേ അത്രയും ആവശ്യക്കാർക്ക് ഇടയിൽ അവരുടെ ബേക്കറിയിലെ ഉണക്കറൊട്ടി മാത്രം വാങ്ങുന്ന ഒരു കസ്റ്റമർ അയാളായിരുന്നു. കാരണം അയാൾ ആഴ്ചയിൽ 2-3 തവണ മാത്രം വരുന്നുള്ളൂ. അപ്പോഴൊക്കെ അയാൾ ഈ ഉണക്കറൊട്ടിയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതൊക്കെ മാർത്തയ്ക്ക് അയാളോടുള്ള ആകർഷണത്തിൻ്റെ കാരണങ്ങളാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാർത്ത അയാളുടെ വിരലിൽ കുറച്ച് പാടുകൾ കാണുകയാണ്. അപ്പോൾ ചിത്രകാരൻ പെയിൻറ് ചെയ്യുമ്പോൾ കയ്യിൽ അവശേഷിക്കുന്ന ചായത്തിൻ്റെ പാടുകളാണത്. അങ്ങനെയാണ് മാർത്ത ഊഹിക്കുന്നത്. മാർത്തയുടെ ഊഹങ്ങളാണത്. അപ്പോൾ മാർത്തയ്ക്ക് അത് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം അയാളൊരു ചിത്രകാരനായിരിക്കാം. പക്ഷേ അത് മാർത്തയ്ക്ക് അയാളോട് വല്ലാത്ത അലിവും ആരാധനയും ഒക്കെ മനസ്സിൽ ജനിക്കുന്നുണ്ട് കേട്ടോ. അയാളുടെ വേഷത്തിലും അയാളുടെ ഈ ഉണക്കറൊട്ടി വാങ്ങിച്ചു കൊണ്ട് പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ മാർത്തയിൽ അയാളുടെ ഒരു ആകർഷണവും അല്ലെങ്കിൽ പ്രേമമൊക്കെ ജനിക്കുന്നുണ്ട് മാർത്തയുടെ മനസ്സിൽ. അപ്പോൾ അയാൾ ചിത്രകാരൻ തന്നെയാണോ എന്നൊരു സംശയം മാർത്തയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ സംശയ നിവാരണത്തിനായി മാർത്ത തൻ്റെ ബേക്കറിയിൽ അയാൾ കാണുന്ന വിധത്തിൽ ഒരു ചിത്രം സ്ഥാപിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ബേക്കറിയുടെ മുൻപിൽ എല്ലാവരും കാണുക ഒരു ചിത്രം സ്ഥാപിക്കുമ്പോൾ ചിത്രകാരനായ അയാളുടെ കണ്ണിൽ ആ ചിത്രം പെടുകയും അതിനെക്കുറിച്ച് ചോദിക്കാതെയും ഇരിക്കില്ല എന്ന വിശ്വാസം മാർത്തയിൽ ഉണ്ട്. അപ്പോൾ മാർത്ത അതുപോലെ തന്നെ ആ ചിത്രം സ്ഥാപിച്ചു. പതിവ് പോലെ ആ കലാകാരൻ ബേക്കറിയിലേക്ക് ഉണക്കറൊട്ടി വാങ്ങാൻ വരികയും ആ ചിത്രം കണ്ട മാർത്തയോട് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ മാർത്ത കരുതിയതിനേക്കാളും അപ്പുറമായിരുന്നു സ്ഥിതി. കാരണം അയാൾ ആ ചിത്രത്തെക്കുറിച്ച് അന്വേഷിക്കുക മാത്രമല്ല, ആ ചിത്രത്തിൻ്റെ പോരായ്മകളും
പിന്നെ അദ്ദേഹത്തെ ആ സവിശേഷതകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപാകതകൾ ഒക്കെ ആ ചിത്രത്തെക്കുറിച്ചിട്ടുള്ള അപാകതകളും ഒക്കെ മാർത്തയോട് അയാൾ പറയുകയാണ്. അതിലൂടെ മാർത്ത മനസ്സിലാക്കുന്നു അയാളൊരു ചിത്രകാരൻ തന്നെയാണെന്നുള്ളത് മാർത്ത ഉറപ്പിക്കുന്നു. പിന്നീട് ആ ദരിദ്രനായ ആ ഒരു ചിത്രകാരനെ കുറിച്ചിട്ട് മാർത്ത പകൽക്കിനാവ് കാണാൻ തുടങ്ങുകയാണ്. പിന്നെ മാർത്ത അയാളെങ്ങനെ അയാളിൽ മതിപ്പുണ്ടാക്കാം എന്നുള്ള ചിന്തകളായിട്ടാണ് മാർത്ത നടക്കുന്നത്. അപ്പം മാർത്ത താൻ ധരിക്കാറുള്ള കമ്പിളി കുപ്പായങ്ങളൊക്കെ മാറി മാർത്ത സിൽക്ക് കുപ്പായം, ചുവന്ന നീലപ്പുള്ളികളുള്ള സിൽക്ക് കുപ്പായങ്ങൾ ധരിക്കുകയും പിന്നെ തൻ്റെ മുഖത്തിൻ്റെ കാന്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാർത്ത തന്നെ ഒരു മിശ്രിതം ഉണ്ടാക്കുന്നുണ്ട്. മാതള നാരങ്ങയും അപ്പക്കാരവും ചേർത്തുണ്ടാക്കുന്ന ഒരു മിശ്രിതം മുഖത്ത് പുരട്ടി അങ്ങനെ ഓരോ പലതരത്തിലുള്ള മരുന്നുകൾ പരീക്ഷണങ്ങളാണ്. അപ്പോൾ അതൊക്കെ അയാളെ വശീകരിച്ചെടുക്കാൻ അല്ലെങ്കിൽ അയാളിൽ മതിപ്പുണ്ടാക്കാൻ, മാർത്തയോട് അയാൾക്ക് പ്രേമം തോന്നാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് മാർത്ത ശ്രമിക്കുന്നത്. റൊട്ടി കഴിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്ന അയാളെക്കുറിച്ച് ഓർത്ത് മാർത്ത ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പിന്നെ അയാളോടൊത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ പല കാര്യങ്ങളും മാർത്ത ഏറെ സന്തോഷത്തോടുകൂടി സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ എങ്കിലും ഈ വിഷമം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ഉണക്കറൊട്ടി കഴിക്കുന്നത് മാർത്തയ്ക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാർത്ത ഒരു കാര്യം തീരുമാനിക്കണം. അയാളറിയാതെ അയാൾക്ക് കൊടുക്കുന്ന റൊട്ടിയുടെ കഷ്ണങ്ങളിൽ കഷ്ണങ്ങൾക്കിടയിൽ വെണ്ണ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി മാർത്ത തീരുമാനിക്കണം. ഒരു ദിവസം ചിത്രകാരൻ വരുമ്പോൾ അയാൾ പുറത്തേക്ക് പോയിരുന്ന ഒരു സന്ദർഭത്തിൽ അയാൾ കാണാതെ മാർത്ത അയാൾക്ക് കൊടുക്കേണ്ട റൊട്ടിയിൽ വെണ്ണ തേച്ച് പിടിപ്പിക്കും. റൊട്ടി കഷ്ണങ്ങൾക്കിടയിൽ വെണ്ണ തേച്ച് പിടിപ്പിക്കും. അയാൾ അതറിയാണ്ട് പൈസയും കൊടുത്തിട്ട് അയാൾ വാങ്ങിച്ചു കൊണ്ടുപോകും. പക്ഷേ മാർത്തയ്ക്ക് അങ്ങനൊരു ഇത് ചെയ്തപ്പോൾ മാർത്തയ്ക്ക് ഉള്ളിൽ വേവലാതിയാണ്. ഹൃദയമൊക്കെ പടപടാന്ന് പറയും ഇടിക്കുന്നുണ്ട്. കാരണം അയാളത് എടുക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നോട് ദേഷ്യം തോന്നുമോ എന്ന് മാർത്ത ചിന്തിച്ചിട്ട് മാർത്തയ്ക്ക് വല്ലായ്മ തോന്നും. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മാർത്തയ്ക്ക്. പക്ഷേ അന്നേരം മാർത്ത സ്വയം ആശ്വസിക്കണം. കാരണം ഭക്ഷണമല്ലേ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അയാൾ ദേഷ്യപ്പെടില്ല. കാരണം ഭക്ഷണത്തിന് ഭാഷയില്ലല്ലോ. അപ്പം അയാൾ ദേഷ്യപ്പെടില്ല എന്ന് മാർത്ത വിശ്വസിക്കുകയാണ്. പിന്നെ അതിനിടയിലൂടെ മാർത്ത മധുരമായിട്ട് ചിന്തിക്കുകയാണ്. കാരണം അയാൾ ആ റൊട്ടി കഴിക്കുമ്പോൾ അത് പുരട്ടിയ കൈകൾ, ആ വെണ്ണ പുരട്ടിയ തൻ്റെ കൈകളെ കുറിച്ചിട്ട് അയാൾ ഓർക്കുമോ, ചിത്രകാരൻ ഓർക്കുമോ, തന്നെ ഓർക്കുമോ എന്നൊക്കെ മാർത്ത ഇങ്ങനെ മധുരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിനിടയിൽ പെട്ടെന്ന് പുറത്ത് വലിയൊരു ശബ്ദം കേൾക്കണം. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി മാർത്ത ഞെട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി നോക്കുമ്പോൾ 2 പുരുഷന്മാർ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ ഒരാൾ അപരിചിതനും മറ്റേയാൾ മാർത്തയ്ക്ക് ഏറെ പ്രിയപ്പെട്ട തൻ്റെ ചിത്രകാരനുമാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാതെ മാർത്ത ഇങ്ങനെ ഞെട്ടി നിൽക്കും. അങ്ങനെ നോക്കുമ്പോൾ മാർത്തയ്ക്ക് ഏറെ പ്രിയപ്പെട്ട തൻ്റെ ചിത്രകാരൻ മാർത്തയെ നോക്കി വിഡ്ഢി എന്ന് വിളിക്കുകയും രൗദ്രഭാവത്തിൽ വളരെയധികം ചീത്ത പറയുകയും ചെയ്യുന്നു. എന്താണ് സംഭവം എന്നറിയാതെ മാർത്ത പേടിച്ചു നിൽക്കുമ്പോൾ ഈ സംഭവത്തിൻ്റെ വിശദീകരണം നൽകുന്നത് ചിത്രകാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപരിചിതനായ ആ വ്യക്തിയാണ്. അപ്പോൾ മാർത്തയോട് അയാൾ കാര്യങ്ങൾ പറയുകയാണ്, എന്താണ് സംഭവം എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അപ്പോൾ അയാൾ പറയും ആ ചിത്രകാരൻ്റെ പേരാണ് ബ്ലംബർഗർ. അയാൾ ഒരു ആർക്കിടെക്ട് ഡ്രാഫ്റ്റ്സ്മാൻ ആണെന്നും അയാളുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് താനെന്നും അയാൾ പറയും. അപ്പോൾ ഈ ചിത്രകാരൻ എന്ന് പറയുന്ന ബ്ലംബർഗർ ഒരു മത്സരത്തിലായിരുന്നു. 2 മാസത്തോളമായിട്ടൊരു മത്സരത്തിലായിരുന്നു. അപ്പോൾ സിറ്റി ഹാളിനുള്ള പ്ലാൻ വരയ്ക്കാനുള്ള ഒരു മത്സരമാണത്. അപ്പോൾ ഇന്നലെ ആ വരകൾക്കിടയിൽ മഷിയിടൽ പൂർത്തിയായതാണെന്നും ഒരു ഡ്രാഫ്റ്റ്സ്മാൻ ആദ്യമായി പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നതെന്നും പൂർത്തിയായാൽ ഉണക്കറൊട്ടിയാണ് മായ്ക്കുന്നതെന്നും അയാൾ പറയുകയാണ്. പിന്നെ ഇന്ത്യൻ റബ്ബറിനേക്കാൾ നല്ലതാണ് ഉണക്കറൊട്ടി എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ മാർത്ത അന്ന് പൊതിഞ്ഞു കൊടുത്ത ഉണക്കറൊട്ടികൾക്കിടയിൽ വെണ്ണ പുരട്ടിയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്ലാൻ ആകെ നശിച്ചു പോയെന്നും ഇനി അതൊന്നിനും കൊള്ളില്ലെന്നും ആ സഹപ്രവർത്തകൻ വ്യക്തമാക്കുകയാണ്. പോരാതെ അയാളുടെ ചിത്രകാരനിൽ നിന്ന് മാർത്തയ്ക്ക് ഒരുപാട് വഴക്ക് കൊള്ളുകയും ചെയ്തു. അപ്പോൾ മാർത്ത ആകെ സ്തംഭിച്ചു പോയ അവസ്ഥയാണ്. കാരണം എന്തൊക്കെയാണ് അയാളെ വശീകരിക്കാൻ വേണ്ടി മാർത്ത ചെയ്തത്, അതൊക്കെ ആകെ തകർന്ന് മാർത്ത ആകെ ഉരുകി പെട്ടെന്ന് ആകെ വിഷമിച്ച് മാർത്ത മുറിയിലേക്ക് പോയി തൻ്റെ സിൽക്ക് കുപ്പായം ഉടനെ ഊരി
പഴയ പോലെ കമ്പിളിക്കുപ്പായം ധരിച്ചു. പിന്നെ മുഖവാന്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയൊരു മിശ്രിതം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെടുത്തിട്ട് ചാരമൊക്കെ ശേഖരിച്ച് കളയുന്ന പാത്രമുണ്ട്, അതിലോട്ട് ഒഴുക്കി കളയുകയും ചെയ്യണം. അങ്ങനെ മാർത്തയുടെ സ്വപ്നങ്ങളും അയാളോട് തോന്നിയ വികാരവുമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഒലിച്ചു പോയി. അങ്ങനെയാണ് കഥയുടെ ഒരു അവസാനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് മാന്ത്രിക റൊട്ടിയിലൂടെയാണ് കഥയുടെ ആദ്യം മുതൽ അവസാനം വരെ ആ റൊട്ടിയെ കുറിച്ചിട്ട് ആണ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ കഥ ഇത്രയാണ്. മാർത്ത ചിന്തിച്ചതിനേക്കാൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മാർത്തയുടെ ചിന്തിച്ചതിനേക്കാളും മാർത്തയുടെ ഊഹങ്ങൾക്കൊക്കെ വളരെ വളരെ അപ്പുറത്തായിരുന്നു. അതാണ് കഥയുടെ സാരം എന്ന് പറയുന്നത്. അപ്പോൾ കഥ അവസാനിച്ചു. അപ്പോൾ ഈ വിവർത്തനം, മാന്ത്രിക റൊട്ടി എന്ന പേരിലുള്ള ഈ വിവർത്തനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.